ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടെന്ന കൊച്ചു ഗ്രാമത്തിൽ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമുണ്ട്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ ജീവിതത്തിൽ അനുഭവിച്ച റാണി ജോൺ എന്ന സഹോദരിയുടെ കുടുംബം. ദിവ്യകാരുണ്യത്തോടുള്ള അതിയായ സ്നേഹത്താൽ ജ്വലിക്കുന്ന ഒരു ഹൃദയത്തിനുടമയാണ് റാണി ജോൺ എന്ന ഈ സഹോദരി. ബാല്യം മുതൽ ഇന്നോളം ദിവ്യകാരുണ്യനാഥൻ്റെ സ്നേഹത്തിൽ വളരുവാനും ജീവിക്കുവാനും ഇവർക്ക് കഴിഞ്ഞു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ മണ്ണമ്പേട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെറിയൊരു ഭവനത്തിൽ മാതാപിതാക്കൾക്ക് 7 മക്കളിൽ 7ാമത്തവളായി ജനിച്ചവളാണ്. കുഞ്ഞുനാൾ മുതലേ എൻ്റെ മാതാപിതാക്കൾ ദിവ്യകാരുണ്യ സ്നേഹത്തോടും ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തിയിലും ഞങ്ങളെ വളർത്തി പോന്നിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മാമോദീസ. ജനിച്ചിട്ട് 7ാം ദിവസം മാമോദീസ നൽകി അന്നു മുതൽ മുടങ്ങാതെ വിശുദ്ധ കുർബാനയ്ക്ക് ഞങ്ങളെ കൊണ്ടുവരുന്ന, അതായത് 7 മക്കളെയും കൊണ്ടുവരുന്ന ഒരു ശീലമായിരുന്നു മാതാപിതാക്കൾക്കുണ്ടായിരുന്നത്. അത് ഞങ്ങൾക്കും പകർന്നു തന്നിട്ടുണ്ട്. ഒരിക്കലും വിശുദ്ധ കുർബാന മുടക്കരുതെന്ന് ആവർത്തിച്ച് പറയുന്ന മാതാപിതാക്കളുടെ ദിവ്യകാരുണ്യ ഭക്തി കണ്ടാണ് ഞാനും എൻ്റെ സഹോദരിമാരും വളർന്നു വന്നത്. നേരം പുലരുമ്പോഴേ ഞങ്ങൾ എഴുന്നേൽപ്പിച്ച് പ്രാർത്ഥനകൾ ചൊല്ലിപ്പിച്ച് ജപമാല ചൊല്ലി വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കി അപ്പനും അമ്മയും 7 മക്കളും വിശുദ്ധ കുർബാനയ്ക്ക് പോകുമായിരുന്നു. അപ്പന് രാവിലെ ജോലിക്ക് നേരത്തെ പോകണ്ടാത്ത ദിവസം അപ്പനും മുടങ്ങാതെ വരും. അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ വിശുദ്ധ കുർബാനയ്ക്ക് നേരത്തെ ചെരുപ്പിടാതെ നടന്ന് അല്പം ത്യാഗം സഹിച്ചൊക്കെ ബലിയർപ്പിക്കണമെന്നുള്ള ബോധ്യം പകർന്നു തന്നതുകൊണ്ട് മുടങ്ങാതെ ഞങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് പോകും. വിശുദ്ധ കുർബാനയ്ക്ക് ഞങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ദേവാലയത്തിൽ പ്രവേശിക്കുന്നത് പ്രാർത്ഥിച്ചാണ്. പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഒരുങ്ങി ദേവാലയത്തിൽ ചെന്ന് മുട്ടുകുത്തി കുരിശു വരച്ച് സാഷ്ടാംഗം പ്രണമിച്ച് ഈശോയുടെ തൃപ്പാദത്തിലാണ് നമ്മൾ ചുംബിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടുകൂടെ ചുംബിക്കണമെന്ന് പറഞ്ഞു തന്നതനുസരിച്ച് അങ്ങനെ ചെയ്താണ് വിശുദ്ധ ബലിക്കായിട്ട് ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരുന്നത്. വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ സമർപ്പിക്കാനുള്ള നിയോഗങ്ങളും ബലിവസ്തുവായിട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അന്നൊക്കെ അതിൻ്റെ അത്ര ഗൗരവങ്ങളോ അതിൻ്റെ അർത്ഥങ്ങളോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. എങ്കിലും കുഞ്ഞുനാൾ മുതൽ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും വിശുദ്ധ ബലി തുടങ്ങുന്നതിന് മുൻപേ അൾത്താരയിൽ സമർപ്പിക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് പോയി മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ബലിയിൽ പങ്കെടുത്ത് തിരിച്ചു വരുമ്പോൾ പലപ്പോഴും ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചിട്ടുണ്ട്, അമ്മേ, നിങ്ങളെല്ലാവരും വാ തുറന്ന് നാവിൽ വെളുത്ത അപ്പം സ്വീകരിക്കുന്നുണ്ടല്ലോ, അതെന്താ എനിക്ക് തരാത്തത്? അന്ന് അമ്മ പറയും, മോളെ, ആ അപ്പത്തെക്കുറിച്ച് ശരിയായ ബോധ്യവും വിശ്വാസവും നിനക്ക് സഭയിലൂടെ പകർന്നു തന്നിട്ട് ഒരു പ്രായമാകുമ്പോൾ നിനക്കും അത് കിട്ടും. അത് അപ്പമല്ല, ദിവ്യകാരുണ്യ ഈശോ ആണ്. ഈശോ അപ്പത്തിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട്. അത് നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റില്ല, പക്ഷേ ഈശോ അതിലുണ്ട്. അപ്പം ഞാൻ ചോദിക്കാറുണ്ട്, അമ്മേ, എന്നിട്ട് അച്ഛൻ എന്താ കുർബാന എല്ലാവർക്കും കൊടുത്തിട്ട് അവസാനം ഒരു പാത്രം എടുത്ത് ഒരു പെട്ടിക്കകത്ത് വയ്ക്കുന്നേ? അമ്മ പറഞ്ഞു തരും, മോളെ, അത് പെട്ടിയല്ല, ഈശോ വസിക്കുന്ന സ്ഥലമാണ്, സക്രാരി എന്ന് അതിനെ പറയുന്നത്. അവിടെ ഈശോ എപ്പോഴും ഉണ്ട്. എപ്പോൾ ചെന്നാലും നമുക്ക് ഈശോയെ അവിടെ കാണാൻ പറ്റും. അത് ഈശോയുടെ താമസ സ്ഥലമാണ്. ഈശോ നമ്മിലേക്ക് വിശുദ്ധ കുർബാനയിലൂടെ വരുമ്പോൾ നമ്മുടെ ഉള്ളിലും വസിക്കുന്നുണ്ട്.
ഇതൊക്കെ കേട്ടിട്ട് ഒത്തിരി കൊതിയായിരുന്നു ഈശോയെ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന്. ഒത്തിരി ആഗ്രഹിച്ചു പോയിട്ടുണ്ട്, കൊതിച്ചു പോയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈശോയെ നീ എൻ്റെ ഉള്ളിൽ വന്നാൽ എനിക്ക് ഭക്ഷണം കഴിക്കണ്ടല്ലോ, എൻ്റെ ആത്മാവിന് അങ്ങ് വലിയ പോഷണം തരുമല്ലോ. അതൊക്കെ കൊച്ചുനാളിലെ മനസ്സിൽ ഉതിർന്നു വന്ന കാര്യങ്ങൾ, അത് പ്രാർത്ഥനയാക്കി മാറ്റാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. കുഞ്ഞുനാൾ മുതൽ ദിവ്യകാരുണ്യത്തോടുള്ള അതിയായ ഭക്തി പ്രകടിപ്പിച്ചിരുന്ന ഈ സഹോദരി തൻ്റെ വിദ്യാഭ്യാസ കാലയളവിൽ മറ്റുള്ളവരിലേക്കും അത് പകരുവാൻ ശ്രമിച്ചിരുന്നു. അനുദിന ബലിയർപ്പണം ഇവരുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി അപ്പോഴേക്കും മാറിയിരുന്നു. അങ്ങനെ സ്കൂളിലേക്ക് എന്നെ ചേർത്തി. 1-ാം ക്ലാസ്സിൽ, പള്ളി സ്കൂളിലാണ് ഞാൻ 7-ാം ക്ലാസ് വരെ പഠിച്ചത്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ്സിൽ അവസാന പരീക്ഷയുടെ ദിവസം വരെയും ഒറ്റ ദിവസം പോലും പള്ളിയിൽ ഈശോയെ കാണാതെ ഞാൻ സ്കൂളിലേക്ക് പോയിട്ടില്ല. പള്ളി സ്കൂൾ അടുത്ത് തന്നെയാണ്. സ്കൂളിലേക്ക് കയറുന്നതിന് മുൻപ് പള്ളിയിലെത്തും. പള്ളിയിലെത്താനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടും. കാരണം എൻ്റെ അപ്പൻ അത്ര നേരത്തെ ഒന്നും സ്കൂളിലേക്ക് അയക്കില്ല, കൃത്യസമയത്തെ അയക്കുള്ളൂ. ഫസ്റ്റ് ബെല്ല് സ്കൂളിൽ അടിക്കുമ്പോഴത്തേനും പള്ളിയിൽ കയറി ഈശോയെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഒരുപാട് സ്പീഡിൽ നടക്കുകയോ ഓടുകയോ ചെയ്യും. അപ്പോൾ പല കൂട്ടുകാരും ചോദിക്കും, നീ എന്തിനാ ഇത്ര സ്പീഡിൽ പോകുന്നതെന്ന്. ചേച്ചിമാരോടൊപ്പമാണെങ്കിലും ഞാൻ ഓടിപ്പോകാറുണ്ട്. എൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹമേ ഉള്ളൂ, എല്ലാവരുടെ ഉള്ളിലും വരുന്ന ഈശോ എന്നെ പഠിപ്പിക്കാനായിട്ട് സ്കൂളിലേക്കും വരണം എൻ്റെ കൂടെ, അതിന് ഈശോയെ വിളിക്കണം. ആ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് സ്കൂളിലേക്ക് ഓടിപ്പോകുന്നത്. അങ്ങനെ ഞാൻ നേരെ പള്ളിയിൽ ചെന്ന് മുട്ടുകുത്തിയിട്ട് സക്രാരിയിൽ നോക്കി ഈശോയോട് പറയും, ഈശോയുടെ കൊച്ചുറാണി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ പേര് കൊച്ചുറാണി എന്നാണ്, ശരിക്കും വീട്ടിൽ എല്ലാവരും വിളിക്കുന്നത് കൊച്ചുറാണി എന്നാണ്. അപ്പോൾ എനിക്ക് തന്നെ എൻ്റെ ഉള്ളിലൊരുന്ന് തോന്നും, ഈശോയെ എന്നോട് പറയുന്നുണ്ടായിരിക്കും, കൊച്ചുറാണി ഞാൻ നിൻ്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ എന്ന്. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഒരു സ്വർഗസ്ഥനായ ഒരു നന്മ നിറഞ്ഞ മറിയമേ ഒരു തൃത്വസ്തുതി ചൊല്ലി, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധന ചൊല്ലി നിലം ചുംബിച്ചെഴുന്നേറ്റ് സ്കൂളിലേക്ക് ഓടുന്നു. അപ്പോഴത്തേനും അവിടെ സെക്കൻഡ് ബെല്ല് അടിച്ചിട്ടുണ്ടാകും. വേഗം ക്ലാസ്സിൽ കയറി ബാഗൊക്കെ കൊണ്ടുവന്ന് വെച്ച് ഓടി അസംബ്ലിക്ക് എത്തും. അതൊക്കെ വലിയൊരു ശക്തിയായിരുന്നു എനിക്ക്. ഒരു ദിവസം പോലും വിശുദ്ധ കുർബാനയിൽ ഈശോയെ കാണാതിരിക്കാനോ സ്കൂളിലേക്ക് പോകുന്നതിന് മുൻപ് പള്ളിയിൽ പോകാതിരിക്കാനോ എനിക്ക് പറ്റില്ല. എത്ര വൈകിയാലും എത്ര വയ്യെങ്കിലും ഞാനത് ചെയ്യുമായിരുന്നു. അന്ന് അതിൻ്റെ ആത്മീയ വശമൊന്നും പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് എനിക്കറിയാം വിശുദ്ധ കുർബാന എനിക്ക് പകർന്നു തന്ന ശക്തി വലുതാണെന്ന്. ഇന്നത്തെ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ അമ്മമാർക്ക് മടിയാണ്. കുറേ അമ്മമാർ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പക്ഷേ ദിവികാരുണ്യ ഈശോയെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനോ എന്തെങ്കിലുമൊക്കെ കൊച്ചു അസുഖങ്ങളോ അവനവന് തന്നെ എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ ഉണ്ടായ കൊച്ചുമക്കളെയും കൊണ്ട് പള്ളിയിൽ പോകാൻ മടി കാണിക്കുന്ന മാതാപിതാക്കളുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. എൻ്റെ അപ്പനും അമ്മയൊക്കെ അതിന് പകരമായിട്ട് കാണിച്ചു തന്ന മാതൃക ഇപ്പോഴും എനിക്ക് വലിയ ഊർജ്ജം പകർന്നു തന്നുകൊണ്ടിരിക്കുന്നത്. ദേവാലയത്തിലേക്ക് മക്കളെ കൊണ്ടുപോകണം. ഈശോ വസിക്കുന്ന ഇടം കുഞ്ഞുങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഒന്നും പറഞ്ഞിട്ട് മനസ്സിലാകാത്ത പ്രായമാണെങ്കിലും ഈശോയെക്കുറിച്ച് പറയുമ്പോൾ ഈശോ മക്കൾക്ക് ആവശ്യമായിട്ടുള്ള ബോധ്യം കൊടുത്തുകൊള്ളും. നമ്മൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് ദേവാലയത്തിൽ പോകണം. സ്കൂളിൽ പോകുന്നു എന്ന പേരിൽ പള്ളിയിൽ പോകാത്ത എത്രയോ വിദ്യാർത്ഥിനികളാണ് ഉള്ളത്. എനിക്ക് പരിചയമുണ്ട് ഒത്തിരി പേരെ. ഞാൻ ഒത്തിരി മക്കളെ ഈ അനുഭവം പറഞ്ഞ് വിശുദ്ധ കുർബാനയിലേക്ക് ഇപ്പോൾ നയിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയില്ലാത്ത ഒരു പ്രാർത്ഥനയോ വിശുദ്ധ കുർബാനയില്ലാത്ത ഒരു പഠനമോ വിശുദ്ധ കുർബാനയില്ലാത്ത ഒരു പരീക്ഷയോ വിജയത്തിൻ്റെ പൂർണ്ണതയിലെത്തില്ല എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പരീക്ഷയുടെ സമയങ്ങളിൽ പ്രത്യേകമായിട്ട് ഈശോയോട് പറയും, ഈശോയെ എൻ്റെ കൈകൾ പിടിച്ച് അവിടുന്ന് ഇതെല്ലാം എഴുതിക്കണം കേട്ടോ. പരീക്ഷ എഴുതാൻ എനിക്കറിയില്ല,
എൻ്റെ ഈശോയ്ക്ക് അറിയാലോ, ദിവികാരുണ്യ ഈശോ വിജയിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ പരീക്ഷയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. അത് ജീവിതത്തിൻ്റെ എല്ലാ നാളുകളിലും അനുവർത്തിക്കാനായിട്ട്, പരീക്ഷ എഴുതുന്ന കാലഘട്ടങ്ങളിലെല്ലാം അനുവർത്തിക്കാനായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വീഴ്ച വന്നിട്ടുണ്ടാകാം, എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഈ ദിവികാരുണ്യ ഈശോയെ സ്നേഹിക്കാനും ദിവികാരുണ്യ ഈശോയോട് സംസാരിക്കാനും ദിവികാരുണ്യ ഈശോ എന്തെങ്കിലുമൊക്കെ പറയുന്നത് ശ്രവിക്കാനും ചെറുപ്പത്തിലെ മാതാപിതാക്കളിൽ നിന്ന് പകർന്നു കിട്ടിയിട്ടുള്ള ആ ഒരു ശീലം വിശുദ്ധ ശീലമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. എൻ്റെ കൂടെ പഠിച്ച മക്കളൊക്കെ ചോദിക്കാറുണ്ട്, എന്തിനാ നീ എന്നും പള്ളിയിൽ കയറിയിട്ട് സ്കൂളിലേക്ക് വരുന്നത്, നേരിട്ട് പോകുന്നൂടെയെന്ന്. ഞാൻ പറയും, എൻ്റെ ഈശോ അവിടെ ഇരിപ്പുണ്ട്, ഈശോയും കൊണ്ടാണ് ഞാൻ എന്നും സ്കൂളിലേക്ക് വരുന്നത്. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട്. ഒത്തിരി പേർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. പലപ്പോഴും പലരെയും ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ട് വന്ന് ഈശോയുടെ വീടാണ് അതെന്ന് പറഞ്ഞ് സക്രാരി കാണിച്ചു കൊടുക്കും. അവിടെ ഈശോ ഉണ്ട്. ആ ഈശോയോട് ചോദിച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തരും. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. നമുക്ക് എന്ത് വേണേലും നമ്മുടെ ഈശോയോട് പറയാം എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ പലപ്പോഴും അവരുടെ പല വിഷമങ്ങൾ എന്നോട് പറയും. ചിലപ്പോഴൊക്കെ എൻ്റെ കൂടെ പള്ളിയിലേക്ക് വരികയും ചെയ്യും. അവരെ കൊണ്ട് പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് ആരാധന, സ്തുതി, സ്തോത്രം എന്നൊക്കെ അന്ന് പറയിപ്പിച്ചത് ഇന്ന് എനിക്ക് അഭിമാനത്തോടെ ഓർക്കാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നു, എൻ്റെ കൂടെ പഠിച്ച സുജാത എന്ന പേരുള്ള ഒരു പെൺകുട്ടി. ബുദ്ധി അല്പം കുറവുള്ളവളായിട്ടാണ് എല്ലാവരും അവളെ കാണുന്നത്. അവളുടെ കാലിൽ വലിയൊരു വ്രണം ഉണ്ടായി. എത്ര ചികിത്സിച്ചിട്ടും മാറാത്തൊരു വ്രണം. ഭയങ്കര ബുദ്ധിമുട്ട് അവൾക്ക് നടക്കാൻ തന്നെ. കാലിനൊക്കെ ചലനശേഷി കുറവുള്ളൊരു കുട്ടിയാണ്. അപ്പം നടക്കുന്നത് തന്നെ പ്രത്യേകമായിട്ടുള്ളൊരു രീതിയിലാണ്. അപ്പോൾ ഈ മുറിവും കൂടെ ആയപ്പോൾ എന്നും അവൾ സ്കൂളിൽ വന്നിരുന്ന് കരയും. അപ്പം ഞാൻ പോയി പറയും, ഞാൻ ഈശോയോട് പറയാട്ടോ നിൻ്റെ ഈ മുറിവിൻ്റെ കാര്യം, ഈശോ മാറ്റിത്തരും. അപ്പോൾ അവൾ പറയും, നീ മാത്രമേ എൻ്റെ അടുത്ത് വന്നിങ്ങനെ പറയാറുള്ളല്ലോ, നിനക്ക് അത്രയ്ക്കും വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ഒന്ന് ഈശോയോട് പറയണേന്ന്. അങ്ങനെ 2-3 ദിവസം ഇത് അടുപ്പിച്ച് ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ സ്കൂളിൽ കയറുന്നതിന് മുൻപേ തന്നെ പള്ളിയിൽ പോയിട്ട് ഈശോയോട് പറഞ്ഞു, ഈശോയെ, സുജാതയുടെ കാലിൽ ഉണങ്ങാത്തൊരു മുറിവുണ്ട്. ഈശോ മുറിയപ്പെട്ടിട്ടാണ് വെളുത്ത അപ്പത്തിൻ്റെ രൂപത്തിലായിരിക്കുന്നതെന്ന് എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ മുറിയപ്പെട്ടപ്പോൾ ഒഴുകിയ ഒരു തുള്ളി രക്തം സുജാതയുടെ കാലിലേക്ക് ഒന്ന് തൊടണേ ഈശോയെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ അൾത്താരയുടെ താഴെ പോയി കൈ കൊണ്ട് തൊട്ട് ആ കൈ വേറെ എവിടെയും തൊടാതെ സ്കൂളിലേക്ക് വരുന്ന ആ വഴി മുഴുവനും പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് ആരാധന അങ്ങനെ പറഞ്ഞു വന്ന് എൻ്റെ വിശ്വാസം മുഴുവനും ഈശോ എൻ്റെ കയ്യിലുണ്ടെന്നാണ്. ഞാൻ ഓടിച്ചെന്ന് സുജാതയോട് പറഞ്ഞു, ഞാൻ ഈശോയെ കൊണ്ടുവന്നിട്ടുണ്ട്, ഈശോ വന്നിരിക്കുന്ന സ്ഥലത്ത് തൊട്ടതാണ് ഞാൻ. അപ്പോൾ ഈശോ എൻ്റെ കൂടെ പോന്നിട്ടുണ്ട്, ഞാൻ ആ മുറിവിൽ തൊട്ടിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ പറഞ്ഞ് ആ മുറിവിൽ അവിടെ ചോരയൊക്കെ ഒഴുകുന്ന ഒരു മുറിവാണ്. അവിടെ തൊട്ടിട്ട് കുരിശ് വരച്ചു, ദിവികാരുണ്യ ഈശോ നിന്നെ സുഖമാക്കും, അത്രയും പറയാനേ അന്ന് അറിയുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് ക്ലാസ്സൊക്കെ തുടങ്ങി. ഇത് 3 ദിവസം ഇങ്ങനെ തന്നെ ഞാൻ ആവർത്തിച്ചു. 4-ാം ദിവസം ഞാൻ സ്കൂളിൽ ചെന്നതിന് ശേഷമാണ് സുജാത വരുന്നത്. അവൾ നല്ല കുട്ടിയായിട്ട് നല്ല മിടുക്കിയായിട്ട് ശരിക്കും നടന്നു വരുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഓടിച്ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ കാലിലെ മുറിവ് നല്ലപോലെ ഉണങ്ങി, മരുന്നൊന്നും പുരട്ടിയിട്ടല്ല, നീ അന്ന് 3 ദിവസം ഇപ്പോൾ പ്രാർത്ഥിച്ചില്ലേ അന്ന് മുതൽ, അതിന് ശേഷം എനിക്കിങ്ങനെ ഉണ്ടായത്. ഇപ്പം എനിക്ക് വിരലുകൾക്ക് വേദനയില്ല, എനിക്ക് കാലൊന്ന് ഉറപ്പിച്ച് ചവിട്ടാൻ പറ്റുന്നുണ്ടെന്ന്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഞാൻ അന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വീട്ടിൽ പോയിട്ട് വേഗം തിരിച്ചു വന്ന് സുജാതയും കൊണ്ട് പള്ളിയിൽ പോയിട്ട് ഈശോയ്ക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി, രോഗങ്ങളുള്ളവർക്ക് വേണ്ടി ഒക്കെ വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവികാരുണ്യ ഈശോയോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു.
പ്രഭാതത്തിലെ എഴുന്നേറ്റ് വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ വലിയ ആനന്ദമായിരുന്നു. അത് വലിയൊരു നിർവൃതിയായിരുന്നു വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്. അന്ന് അതൊന്നും തിരിച്ചറിവോടെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ഇപ്പോൾ അത് റീകളക്ട് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ആദ്യമായി ദിവ്യകാരുണ്യനാഥനെ സ്വീകരിക്കുന്ന നിമിഷം ഈ ജീവിതത്തിൻ്റെ സ്വപ്നമായിരുന്നു. തന്നോടുള്ള ഈശോയുടെ സ്നേഹം ആ കുഞ്ഞു മനസ്സിൽ ആഴമായി വെളിവാക്കപ്പെട്ടിരുന്നു. അതുപോലെ ആദ്യ കുർബാന സ്വീകരണത്തിന് ഞങ്ങളെ ഒരുക്കിയത് ബഹുമാനപ്പെട്ട സെൻറ്റ് മർത്ത സിസ്റ്റേഴ്സാണ്. എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരുക്കവും സിസ്റ്റേഴ്സിലൂടെ കിട്ടിയ ഒരുക്കവും ആദ്യ കുർബാന സ്വീകരണം ഏറ്റവും അനുഗ്രഹപ്രദമാക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആദ്യ കുർബാനയ്ക്ക് ഒരുക്കിയ സിസ്റ്റേഴ്സ് കുമ്പസാരത്തെക്കുറിച്ചും വിശുദ്ധ കുർബാനയെക്കുറിച്ചും കൂദാശകളെക്കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നപ്പോഴും ആ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്ന കൊതി, ഈശോയെ സ്വീകരിക്കാനുള്ള കൊതി ഒന്നുകൂടെ വർദ്ധിച്ചു. എൻ്റെ ആദ്യ കുർബാന സ്വീകരണം നടന്നത് ഞങ്ങളുടെ ഇടവക പള്ളിയിൽ വെച്ചല്ല, സെൻറ്റ് മർത്ത സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റിൽ വെച്ച ആദ്യ കുർബാന സ്വീകരണ ദിവസമാണ് ആ കോൺവെൻറ്റ് വെഞ്ചരിച്ചത്. അഭിവന്യ കുണ്ടുകുളം പിതാവിൽ നിന്നാണ് ഞാൻ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നത്. അന്നേ ദിവസം വീട്ടിൽ നിന്ന് കിലോമീറ്ററുകളോളം നടന്നിട്ടാണ് ദിവ്യകാരുണ്യം സ്വീകരിക്കാനായിട്ട് ആ മഠത്തിലെത്തുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയ നിമിഷം മുതൽ ആ കോൺവെൻ്റ് എത്തുന്നത് വരെയും ഈശോയ്ക്ക് ആരാധന, ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധന പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എത്തുന്നത്. തലേന്നാൾ നല്ല കുമ്പസാരം നടത്തി വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഒരുങ്ങി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയമായപ്പോൾ ഈശോ എൻ്റെ അധരത്തിലേക്ക് ആദ്യമായിട്ട് പ്രവേശിക്കുന്ന സമയത്ത് കുണ്ടുകുളം പിതാവ് ദിവ്യകാരുണ്യ ഈശോയെ എടുത്ത് എൻ്റെ അധരത്തിൽ വെച്ച സമയം ഞാൻ ഇപ്രകാരം ഈശോയോട് പറഞ്ഞു: ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, എന്നെ ഒരു വിശുദ്ധയാക്കണേ. ആ സ്നേഹിക്കുന്നു എന്ന് ഞാൻ ഈശോയോട് പറഞ്ഞ സമയത്ത് ഈശോ എന്നോട് പറയുന്നത് ഞാൻ കേട്ടു: കുഞ്ഞേ, ഞാനും നിന്നെ സ്നേഹിക്കുന്നു എന്ന്. ആ സ്വരം ഇപ്പോഴും എന്നിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് ഓരോ നിമിഷത്തിലും, പ്രത്യേകിച്ച് ഇപ്പോഴും ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോഴും എനിക്ക് തോന്നുന്നത്. അത് വലിയൊരു അനുഭവമായിരുന്നു. പുൽക്കൂട് പോലെ എൻ്റെ ഹൃദയത്തെ ഒരുക്കാൻ വിശുദ്ധ ഔസേപ്പിതാവിനോടും പരിശുദ്ധ അമ്മയോടും പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യത്തിന് വേണ്ടി ഒരുങ്ങിയിട്ട് ആദ്യമായി ദിവ്യകാരുണ്യം സ്വീകരിച്ചപ്പോൾ ഈശോ എന്നെ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് ഉത്തരം ലഭിച്ചത് ദിവ്യകാരുണ്യ സ്നേഹത്തിൽ വളരാൻ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. തുടർന്ന് 7ാം ക്ലാസ് വരെയും ആ പള്ളിയും സ്കൂളുമായി അഭേദ്യമായ ബന്ധത്തിലാണ് ഞാൻ വളർന്നത്. വിശുദ്ധ കുർബാനയൊഴിച്ചുള്ളൊരു ജീവിതമോ ഒരു ദിവസമോ എനിക്കുണ്ടായിട്ടില്ല, എനിക്കുണ്ടാകുകയും വേണ്ട. വിശുദ്ധ കുർബാനയ്ക്ക് എത്ര വൈകിയെങ്കിലും ഓടിയണയുന്ന ശീലത്തെ പ്രോത്സാഹിപ്പിച്ച മാതാപിതാക്കളുടെ മുൻപിൽ എൻ്റെ ഈ സ്നേഹാനുഭവം സന്തോഷത്തോടെ ഞാൻ സമർപ്പിക്കുക അനേകം മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട്. ഇന്ന് ദേവാലയത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ വളരെ വിരളമാണ്. ദേവാലയത്തിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നാലും ദേവാലയത്തിൽ കൊണ്ടുവന്ന് വിശുദ്ധ കുരിശ് വരയ്ക്കാൻ പഠിപ്പിക്കുന്ന മാതാപിതാക്കൾ വളരെ ചുരുക്കം. കുരിശ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് മാതാപിതാക്കൾക്ക് പോലും അറിയാത്തൊരു കാലഘട്ടം പോലെയാണ് ഞാൻ ഇന്ന് പലയിടത്തും കാണുന്നത്. ഈശോയ്ക്ക് എന്തൊരു ഇഷ്ടമാണെന്നോ ദേവാലയത്തിൽ പ്രാർത്ഥനയോടെ പ്രവേശിച്ച് നമ്മെ തന്നെ ബലിപീഠത്തിൽ സമർപ്പിച്ചിട്ട് അതിന് തൊട്ട് മുൻപായി വിശുദ്ധ കുരിശ് വരച്ച് നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് കുരിശിൻ്റെ സംരക്ഷണത്തിന് സമർപ്പിച്ചിട്ട് ദേവാലയത്തിലെ അൾത്താരയിലേക്ക് നമ്മെയും നമ്മൾക്കുള്ളതിനെയും നമ്മുടെ ഉള്ളത്തെയും കൊടുത്ത് കുഞ്ഞുങ്ങളെ കൊടുത്ത് കുഞ്ഞുങ്ങൾക്കുള്ള എല്ലാ ആവശ്യങ്ങളെയും കൊടുത്ത് ആഗ്രഹങ്ങളെ കൊടുത്ത് പ്രാർത്ഥിച്ചിട്ട് ബലിയർപ്പിക്കുക എന്നുള്ളത് ഈശോയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. എന്നെ ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം പോലും കുർബാനയില്ലാതെ മുന്നോട്ട് പോകരുത്. ഈ ലോകത്തെ താങ്ങി നിർത്തുന്ന പവർ ഹൗസായിട്ടാണ് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ഈശോ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് സ്കൂൾ കാലഘട്ടം സക്രാരിയുമായിട്ട് ബന്ധപ്പെട്ട കാലഘട്ടമായിരിക്കട്ടെ. അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന
ദൈവീക ജ്ഞാനം വിദ്യാഭ്യാസ തലത്തിലുള്ള ജ്ഞാനത്തിൻ്റെ മുന്നോടിയായിരിക്കും. ദൈവഭക്തിയാണ് യഥാർത്ഥമായ ജ്ഞാനത്തിൻ്റെ ഉറവിടമെന്ന് ഉണ്ണീശോ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഉണ്ണീശോയെ പിടിച്ച് ദിവികാരുണ്യനാഥനായ ഉണ്ണീശോയെ കൂട്ടുപിടിച്ച് സ്കൂളിലും ദേവാലയത്തിലുമായിട്ട് നിങ്ങൾ ജീവിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൻ്റെ അഴുക്കിൽപ്പെടാതെ പൊടിയിൽപ്പെടാതെ വിശുദ്ധിയുള്ള മക്കളായിട്ട് വളരാൻ സാധിക്കും. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. 7ാം ക്ലാസ് വരെയുള്ള എൻ്റെ ജീവിത കാലഘട്ടത്തിൽ പള്ളിയുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം എൻ്റെ സ്കൂൾ ജീവിതത്തെ ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട്. പള്ളിയിലെ ലിറ്റർജി എന്ന് പറയുന്ന ആ കമ്മ്യൂണിറ്റിയിലും CLC സംഘടനയിലുമൊക്കെ പ്രവർത്തിക്കാനും ദിവികാരുണ്യ ഈശോയുമായി ബന്ധപ്പെട്ട് ജീവിക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. വിശുദ്ധ കുർബാനയിലേക്ക് അണയുമ്പോൾ ദിവികാരുണ്യനാഥനെ ആരാധിക്കുന്നതോടൊപ്പം ദിവികാരുണ്യനാഥനിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കും. ഇടവക ദേവാലയങ്ങളിലെ അന്നത്തെ എൻ്റെ എല്ലാ വികാരിയച്ഛന്മാരും ഞങ്ങളെയൊക്കെ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് വളർത്താനായിട്ട് പര്യാപ്തരായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു, ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കൊള്ളന്നൂരച്ഛൻ, ജോസ് വടക്കേക്കര അച്ഛനൊക്കെ എൻ്റെ 7ാം ക്ലാസ് വരെയുള്ള കാലഘട്ടത്തിലുണ്ടായിരുന്നേ. ദിവികാരുണ്യ ഈശോയെക്കുറിച്ച് എത്ര കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. കുർബാനയ്ക്ക് ദിവസം വരുന്നവർക്ക് സമ്മാനങ്ങൾ, ദിവ്യ കൂദാശ പങ്കെടുത്ത് ഭക്തിയോടെ സ്വീകരിക്കുന്നവർക്ക് സമ്മാനങ്ങൾ, അതുപോലെ തന്നെ ദിവികാരുണ്യ മധ്യേ ലേഖനം വായിക്കാനും ലേഖനത്തെക്കുറിച്ച് കുറച്ചൊക്കെ പറയാനും എന്തെങ്കിലും ജനത്തോട് പറയാനും ഒക്കെ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അന്നത്തെ വൈദികർ. അതൊക്കെ വലിയ അനുഭവമാണ്. അതൊക്കെ ഇന്നും എനിക്ക് വലിയ ധൈര്യമാണ് പകർന്നു തന്നിട്ടുള്ളത്. ദിവികാരുണ്യ ഭക്തി ഒരിക്കലും കൈവിടരുതേ. 7ാം ക്ലാസ് കഴിഞ്ഞ് 8, 9, 10 ക്ലാസ്സുകളിൽ ഞാൻ പഠിച്ചത് വീട്ടിൽ നിന്ന് 4 കിലോമീറ്ററെങ്കിലും അകലെയുള്ള ആമ്പല്ലൂരിലുള്ള ഒരു സ്കൂളിലാണ്. എന്നും മിക്കവാറും തന്നെ നടന്നാണ് പോകുക. അന്ന് എല്ലാ ദിവസമൊന്നും ബസ്സിൽ പോകാൻ പൈസയില്ല, വല്ലപ്പോഴുമാണ്. 10 പൈസയേ ഉള്ളൂ അന്ന്. എങ്കിലും എല്ലാ ദിവസമൊന്നും എല്ലാവർക്കും ഈ പൈസയും കൊടുത്ത് സ്കൂൾ വിടാനുള്ള സാമ്പത്തിക ഭദ്രതയിലൊന്നും ആയിരുന്നില്ല എൻ്റെ മാതാപിതാക്കൾ. അപ്പോൾ ഞങ്ങൾ നടന്നാണ് പോവുക. നേരത്തെ നടക്കണം, 9:45 സ്കൂളിൽ എത്തണമെങ്കിൽ. എങ്കിലും ഈവൻ പരീക്ഷാ സമയത്താണെങ്കിൽ പോലും, SSLC എക്സാമിൻ്റെ സമയത്താണെങ്കിൽ പോലും, അന്നൊക്കെ 2 എക്സാമാണ് ഒരു ദിവസം. അപ്പം നേരത്തെ തന്നെ സ്കൂളിലേക്ക് പോകണം, സ്കൂൾ ഹാളിലേക്ക് ചെല്ലണം. പക്ഷേ വിശുദ്ധ കുർബാനയ്ക്ക് പോകാതെ സ്കൂളിലേക്കോ പരീക്ഷയ്ക്കോ പോകുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാത്തൊരു കാര്യമാണ്. വിശുദ്ധ കുർബാനയ്ക്ക് പോയി ബലിയർപ്പണം നടത്തി തിരിച്ചു വന്ന് എല്ലാ കാര്യങ്ങളും വീട്ടിലേത്തതും ചെയ്തിട്ടാണ് ഞങ്ങൾ സ്കൂളിൽ പോകുള്ളൂ, പരീക്ഷ എഴുതുള്ളൂ. ആ പരീക്ഷയൊക്കെ വിജയത്തിൻ്റെ നിറവിലേക്ക് എന്നെ നയിച്ചിട്ടുണ്ട്. അനേകരെ നയിച്ച അനുഭവങ്ങളും എനിക്കുണ്ട്. പരീക്ഷ എഴുതുമ്പോഴൊക്കെ ദിവികാരുണ്യ ഈശോയോട് പറഞ്ഞിട്ടാണ് എഴുതുന്നേ, എനിക്ക് വേണ്ടി മുറിയപ്പെട്ട കർത്താവേ, നിൻ്റെ മുറിവേറ്റ കരങ്ങൾ എൻ്റെ കരത്തോടൊന്ന് ചേർത്ത് പിടിക്കണേ ഈശോയെ, എന്നെ പരീക്ഷ എഴുതിപ്പിക്കണേ ഈശോയെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ദിവികാരുണ്യ ഈശോയുടെ മഹത്വത്തിനായിട്ട് പരീക്ഷാ പേപ്പറിൽ ഒരു കുരിശും വരച്ചിട്ട് പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് ആരാധന പറഞ്ഞിട്ട് എക്സാം എഴുതാൻ തുടങ്ങാറുള്ളത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നിങ്ങൾ കേൾക്കണം. എനിക്ക് ഒരു അറിവുമില്ലാത്ത പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചിട്ട് ഒന്നും അറിയില്ലല്ലോ ഈശോയെ എന്ന് ചിന്തിക്കുമ്പോഴേക്കും അതിനെക്കുറിച്ചുള്ള അറിയേണ്ട കാര്യങ്ങൾ, എഴുതേണ്ട കാര്യങ്ങൾ, ഈ ദിവികാരുണ്യ ഈശോ പറഞ്ഞു തന്നിട്ടുള്ള അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. SSLC എക്സാമും അതിന് വലിയൊരു അടയാളമാണ്. അങ്ങനെ 10ാം ക്ലാസ് വരെയുള്ള ജീവിതം, ദിവികാരുണ്യ ഈശോയുമായി ബന്ധപ്പെട്ട ജീവിതം ഏറ്റവും നന്മയായിട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചു എനിക്ക് എന്ന വിശ്വാസം എൻ്റെ ദിവികാരുണ്യ ഈശോയുടെ മഹത്വത്തിനായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. SSLC എക്സാമിൻ്റെ റിസൾട്ട് വരുന്നതിന് മുൻപേ തന്നെ ഞാൻ കോൺവെൻറ്റിൽ ചേർന്നു. അന്നൊക്കെ ദിവികാരുണ്യ ഈശോ വിശുദ്ധ കുർബാന മധ്യേയും വിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ സമയത്തും എനിക്ക് തന്ന ശക്തി, എനിക്ക് പകർന്നു തന്ന ബോധ്യങ്ങളാണ് വിവാഹ ജീവിതത്തിലേക്ക് എന്നെ നയിച്ചത്. അന്ന് ഞാൻ പഠിച്ചു,
അൾത്താര ഒരുക്കുന്നതും അടുക്കളയിൽ അൾത്താര ഒരുക്കുന്നതിന് തുല്യമായ മനോഭാവത്തോടെ ജോലി ചെയ്യുന്നതും ഈശോയ്ക്ക് ഒരുപോലെ ഇഷ്ടമാണെന്ന്.